ഇന്നും അലാറമൊക്കെ അടിച്ച് എണീറ്റ് വന്നപ്പോൾ ലേറ്റായി കേട്ടോ. ഉറങ്ങണോ എണീക്കണോ കുളിക്കണോ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ കിള്ളി പോയിരിക്കുമായിരുന്നു കേട്ടോ. പുറത്ത് മഴക്കാറും ഉണ്ടായിരുന്നു. ഫ്രഷായിട്ട് വന്നപ്പോഴാണ് പിടികെടുക്കാത്ത കാര്യം മറന്നത്. പിന്നെ കുഴപ്പമില്ല, ദൈവത്തിനെ കാണാനല്ലേ പോകുന്നതെന്ന് വിചാരിച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കി പറക്കി വെച്ചേ. ഞാൻ കറക്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കറണ്ടും പോയി. എന്തിനാ കുളിച്ചതെന്നായിപ്പോൾ വേർത്ത് ഒലിക്കുമായിരുന്നു. പിന്നെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നതുകൊണ്ട് സാരിയൊക്കെ പെട്ടെന്ന് എടുത്തു കേട്ടോ. അങ്ങനെ ഞാനും അഞ്ചും റെഡിയായി താഴെ വന്നിട്ട് ഇങ്ങനെ ചുമ്മാ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു റീൽ എടുക്കാമെന്ന് വെച്ചിട്ട് ഓട്ടോയിലിരുന്ന് ഇങ്ങനെ കുറേ ക്ലിപ്പൊക്കെ എടുത്തു. പക്ഷേ കാര്യം ഉണ്ടായില്ല. ആദ്യം പഴവങ്ങാടി അമ്പലത്തിൽ പോയിട്ട് പിന്നെ പത്മനാഭൻ്റെ അവിടെ പോകാമെന്ന് വിചാരിച്ചേട്ടോ. അവിടെ പൈങ്കുന്ന് ഉത്സവമായതുകൊണ്ട് ഇങ്ങനെ പഞ്ചപാണ്ഡവരെയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അഞ്ജുവിന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഞാനും എടുത്തേ. അത് കഴിഞ്ഞിട്ട് അഞ്ജുവിൻ്റെ വീട്ടിലത്തേക്ക് ഒരു വിഗ്രഹമൊക്കെ വാങ്ങിച്ചു കേട്ടോ. അവരുടെ ഹൗസ് വാമിംഗ് ആണ് അവിടെ. പിന്നെ ഞങ്ങൾ ഫോണും ചപ്പലും ഒക്കെ ഇവിടെ സേഫായിട്ട് വെച്ചിട്ട് അമ്പലത്തിൽ കണ്ട് തൊഴുതിറങ്ങി. ഇന്നൊരു പ്രത്യേക വൈബ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക എനർജി ഉണ്ടായിരുന്നു അമ്പലത്തിൻ്റെ അകത്ത്. ഉത്സവമൊക്കെ ആയതുകൊണ്ടായിരിക്കും നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. പഴംപൊരിയും പപ്സും ഒക്കെ കഴിച്ചു. നല്ലതായിരുന്നു കേട്ടോ. അത് കഴിയുമ്പോൾ ഞങ്ങളൊന്ന് AC കൊള്ളാമെന്ന് വിചാരിച്ചേ. അപ്പോഴത്തേക്ക് അഞ്ചു കമ്മൽ വേണ്ട ആ വഴി അങ്ങ് പോയി. പിന്നെ ഞങ്ങൾ രാമേന്ദ്രനിൽ കയറി ഇങ്ങനെ സാരിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഫെയർവെല്ലൊക്കെ അടുത്ത് വരികയായതുകൊണ്ട് സാരിയൊക്കെ നോക്കാമെന്ന് വിചാരിച്ചേ. പിന്നെ കുറേ നേരം അവിടെ കറങ്ങിത്തിരിഞ്ഞ് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. സദ്യ കേട്ടോ എന്ന് വെച്ചേ. നല്ല ഫുഡായിരുന്നേ. ആദ്യം അവിയൽ വന്നു, തോരൻ വന്നു, കിച്ചടി വന്നു, അച്ചാറ് വന്നു, സദ്യ തുടങ്ങി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ടൊക്കെ സദ്യ കഴിക്കാൻ. അഞ്ചിന് അത്ര പിടിച്ചില്ല, പക്ഷേ ബോളിയും പാൽപ്പായസമൊക്കെ കണ്ടപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി ഓക്കെ. പായസം എക്സ്ട്രാ ആയതുകൊണ്ട് ഞാൻ ഡബിൾ ഹാപ്പി കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് ദഹിക്കട്ടെന്ന് വെച്ചിട്ട് ഞങ്ങളിങ്ങനെ ചപ്പലൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് എൻ്റെ സാരി ചെറുതായിട്ട് കഴിഞ്ഞു പോയി. പിന്നെ എനിക്കൊരു കടയിൽ കയറി അഞ്ചത് ശരിയാക്കി തന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അവളോട് എന്തോ ഭയങ്കര സ്നേഹം തോന്നി, അല്ലെങ്കിലും ഉണ്ട്. പിന്നെ ഞങ്ങൾ പത്മനാഭൻ്റെ ഒരു ചാറ്റൊക്കെ പറഞ്ഞിട്ട് കിട്ടിയ ബസ്സിൽ കയറി അങ്ങിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും നല്ല ടയർഡായി. നല്ല വെയിലായതുകൊണ്ടേ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നു. റിലാക്സേഷനായപ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ പോയിക്കൊള്ളാമെന്നൊക്കെ തോന്നി. പിന്നെ 2 ദിവസമൊക്കെ ഞാൻ വീട്ടിലോട്ട് തന്നെയല്ലേ പോകുന്നത്. അപ്പോൾ ഹാപ്പി. പിന്നെ കഥയൊക്കെ പറഞ്ഞ് ഹോസ്റ്റലിലെത്തിയേ. ഞങ്ങൾക്ക് ശരിക്കും തീരണ്ടാന്ന് തോന്നിട്ടോ കേട്ടോ. അപ്പോൾ ടാറ്റാ.